ഇന്ന് നമ്മൾ നല്ലൊരു ഓലനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ നമ്മുടെ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച നമ്മുടെ ഉണക്കപ്പയറാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് അതൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമ്മുടെ നാളികേരം പാൽ നല്ല കട്ടിക്ക് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആയി വരുമ്പോഴത്തേനും നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കൂടുതലിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കുറുകി വറ്റി വന്നിട്ടുള്ള നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ചോറിൻ്റെ കൂടെ 2 പപ്പടവും കൂടെ ഒക്കെ ആയിട്ട് നമ്മുടെ വീരുക്കുട്ടനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആ വീരുക്കുട്ടൻ ഇങ്ങനെ മഴ പെയ്തിട്ടുള്ള വെള്ളത്തിൽ വഞ്ചിയൊക്കെ ഇട്ട് കളിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വഞ്ചി ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ചോറ് കൊടുക്കുകയാണ്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.